കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വചനവും എടുത്തുകൊണ്ട് പരസ്യമായിട്ട് നിൽക്കാൻ, പ്രസംഗിക്കാൻ ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും നൽകി തന്ന മഹാകാരുണ്യവാനായ കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ കേരള സ്റ്റേറ്റ് കൺവെൻഷനിൽ ഇങ്ങനെ ഈ വാർഷിക കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കാൻ ലഭിച്ച അവസരത്തിന് വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോടും ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ ഈ തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. ബഹുമാന്യനായ ജെയിംസ് സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെയും ദൈവം സഹായിക്കട്ടെ. ആരംഭത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യനായ പി ജി മാത്യു സാറിനായിട്ട് സ്തോത്രം. ദൈവസഭയിൽ കർത്താവിന് വേണ്ടി ദീർഘവർഷങ്ങളായി ശക്തിയോടെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നേക്കാൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ശുശ്രൂഷയിൽ വന്നവരും കർത്താവിന് വേണ്ടി വിശ്വസ്തതയുടെ സേവനം ചെയ്യുന്നവരുമായ ദൈവഭക്തന്മാർ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് പരിചിതരും സ്നേഹിതരുമായ ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ എല്ലാം നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പരിചയപ്പെടുത്തിയവരും അല്ലാത്തവരുമായിട്ട് പലരുണ്ട്. എനിക്ക് സ്നേഹിതരായിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. പാസ്റ്റർ ഷാജി ദാനിയൽ, പാസ്റ്റർ ബെൻസൻ മത്തായി, മറ്റ് ദൈവദാസന്മാർ, സ്കോട്ട്ലൻഡിൽ നിന്ന് കടന്നു വന്ന ദൈവദാസന്മാർ, എല്ലാവർക്കായി ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം പറയുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് പല പരിപാടികളും വളരെ വേഗത്തിൽ വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇത്രയും സമയം ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കണമെന്ന് വിനയമായിട്ട് അപേക്ഷിക്കുന്നു. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വചനത്തിന്മേൽ പ്രകാശനം നൽകിത്തരണമേ. വചനം വ്യാഖ്യാനിപ്പാൻ കൃപ നൽകിത്തരണമേ. വചനം കേൾക്കുന്ന ജനത്തിന് അത് ഗ്രഹിപ്പാനും അത് പ്രായോഗികമാക്കുവാനും കൃപ നൽകണമേ. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്നെഴുതിയിരിക്കുന്ന അനുഭവം രാത്രി ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രസംഗങ്ങളോ ഈ വചനമോ പരിചിതമല്ലാത്ത ഒരാള് ഈ പന്തലിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ സ്പർശിച്ച് വചനം ഗ്രഹിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കർത്താവിനെ സ്വീകരിച്ച് വചനമേറ്റെടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് തളർന്നുപോയ, വാടിപ്പോയ ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ സ്പർശിച്ച് അവർക്ക് ഒരു ചൈതന്യം വരുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും വചനത്താൽ ബലപ്പെടുത്തണം. അങ്ങയുടെ നാമം രാത്രി ഇവിടെ മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാക്കണം.
വിശുദ്ധിയെക്കുറിച്ചുള്ള ക്ലാസുകളും പ്രസംഗങ്ങളുമാണ് ഈ ദിനങ്ങളിൽ ഇവിടെ മുഴങ്ങുന്നത്. ഓരോരോ വിഷയത്തിലേക്ക് സഭയെ തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. കുറച്ചു മുമ്പേ ദേവദാസൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു, ആത്മാവ് സഭകളോട് പറയുന്നത്. എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവസഭയോട് പരിശുദ്ധാത്മാവിന് സംഭാഷിക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. അതിന് ദൈവം ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരെയാണ്. അതത് കാലങ്ങളിൽ ആക്കി വച്ചിരിക്കുന്ന അഭിഷിക്തന്മാരിലൂടെയാണ് ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ദൈവഭയവും വിശുദ്ധ ജീവിതവും. അതുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവ് ആ നിലയിൽ കാര്യങ്ങളെ ചെയ്തത്. വിശുദ്ധ ജീവിതം എന്ന ഈ വലിയ വിഷയത്തിൽ ഒരു ഭാഗം ഇന്ന് രാത്രി ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങളോട് പങ്കിടാം. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എഴുതി ബോധ്യപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇവിടെ ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഒന്നാമത്. രണ്ടാമത് നമ്മളിലുള്ള മാലിന്യങ്ങളാണ്. മൂന്നാമത് ദൈവഭയമാണ്. നാലാമത് വിശുദ്ധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വിശുദ്ധ ജീവിതത്തെ പറ്റി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില പ്രസംഗങ്ങളും പഠിപ്പിക്കലുകളും ഉണ്ടായി. ധാരാളം ചെറുപ്പക്കാര് ഈ വിധ പഠിപ്പിക്കലുകളാൽ വഴിതെറ്റുകയും വശീകരിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ജീവിതം എന്ന വിഷയത്തിന് പ്രാധാന്യമില്ലാത്തതുപോലെ ഒരു പഠിപ്പിക്കലാണ് ഇറങ്ങിയത്. ഒരു കാലത്ത് നമ്മുടെ പിതാക്കന്മാർ യഹോവ സാക്ഷികൾക്കെതിരെയും ശിശുസ്നാനത്തിനെതിരെയും ഒക്കെ വചനമെന്ന വാള് ഉയർത്തി. ഒരു കാലത്ത് അത് ഭയങ്കര ടഫായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് തോന്നുന്നു അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. കാരണം അത് നേരിട്ട് ഉള്ള ഒരു അറ്റാക്കാണ്. എന്നാൽ ഇത് ഭക്ഷണത്തിനകത്ത് വളരെ ലൈറ്റായിട്ട് വിഷം ചേർത്തിട്ട് സ്ലോവിലെ ആളുകളെ കൊല്ലുന്ന ഒരു തരം തന്ത്രമായതിനാൽ ഇതിനെ ചികിത്സിക്കാൻ അത്ര എളുപ്പം അല്ല. ദൈവവചനത്തിലെ ഭാഗങ്ങളൊക്കെ എടുത്ത് സരസമായിട്ട് വ്യാഖ്യാനിച്ചു വരുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതിൽ എനിക്ക് എന്താ പങ്ക്? ഒന്നുമില്ല. മുഴുവൻ കർത്താവാണ് ചെയ്തത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കേണ്ടതിന് പ്രവൃത്തികൾ കാരണം അല്ല. അപ്പോ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൽ അവന് കാര്യമായ ഒരു പങ്കില്ല എന്ന് വ്യക്തമാണ്, സത്യമാണ്. നമ്മൾ ആകെ കൂടി ഒന്ന് കൈപൊക്കി, അല്ലെങ്കിൽ ഒന്ന് ഏറ്റു പറഞ്ഞു, ഇത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ. റോമാലേഖനവും ഗലാത്യ ലേഖനവും ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ശക്തമായി സംസാരിക്കണം. വിശേഷാൽ എഫേസ്യ ലേഖനത്തിലെ ഒരു പ്രയോഗം സൂക്ഷിച്ചു പഠിച്ചാൽ വളരെ മനോഹരമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഒരു ചോദ്യം, മരിച്ചയാൾ ഉയർക്കാൻ മരിച്ചയാൾ എന്നാ ചെയ്യണം? മരിച്ചയാള് ഉയർക്കാനായിട്ട് ആ വ്യക്തി എന്നാ ചെയ്യണം? കിഴക്കോട്ട് തിരിഞ്ഞു കിടക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടക്കണോ? മരിച്ചയാൾക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഉയർപ്പിക്കുന്നയാളുടെ മാത്രം പവറിലാണ് മരിച്ചയാൾ ഉയർക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ രക്ഷിതാവിന്റെ പങ്കല്ലേ അവിടെ വെളിപ്പെടുന്നേ? അപ്പൊ ആ നിലയിൽ ആ ടീച്ചിങ് സ്ട്രോങ് ആണ്. അതാണ് കൃപയാലുള്ള രക്ഷ എന്ന കണ്ടെത്തൽ. അവിടെയാണ് പൗരോഹിത്യ മതത്തിന്റെ അടിത്തറ ഇളകിയത്. അവിടെയാണ് കൂദാശകളുടെ അടിത്തറ ഇളകിയത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എന്ന ശക്തമായ ഉപദേശമാണ് വാസ്തവത്തിൽ ദൈവസഭയെ ഈ നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ അഥവാ വളർത്തുവാൻ കാരണമായി തീർന്നത്. അതൊരു സ്ഥാപിക്കപ്പെടേണ്ട സത്യം തന്നെയാണ്. രക്ഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യന്റെ പ്രവൃത്തിക്ക് ഒരു മാർക്ക് പോലും ഇല്ല. കേവലം വിശ്വസിക്കുക മാത്രം. ഇത്രയേ ഉള്ളൂ. ജ്ഞാനം അതിന്റെ പുറകെ വരുന്ന കാര്യമാണ്. അത് സത്യം. എന്നാൽ കൃപയാൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വിശ്വാസി തുടർന്ന് എന്ത് ചെയ്യണം എന്ന് എല്ലാ ലേഖനങ്ങളുടെയും ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട്. അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടം. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വന്തം നല്ല വാക്യമാണ്. എന്നാൽ എന്റെ അടുത്ത ഭാഗം ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമനോകത്തിൽ പിന്നെയും കുടുങ്ങൽ. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒന്നാം ഭാഗം കർത്താവ് സ്വതന്ത്രമാക്കിയെങ്കിൽ രണ്ടാം ഭാഗം ഉറച്ചു നിൽക്കുക, കുടുങ്ങാതിരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോ എന്റെ ഉത്തരവാദിത്വം മറന്ന് ഉള്ള ഒരു ജീവിതമാണോ ഏതോസം നമ്മെ പഠിപ്പിക്കുന്നത്? അവിടെ വീണ്ടും വീണ്ടും മനുഷ്യരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പ്രശ്നം, ഞാൻ എന്റെ പരിശ്രമം കൊണ്ട് വിശുദ്ധനാകാൻ പറ്റുമോ? അപ്പൊ വിശുദ്ധ ജീവിതവും കർത്താവിന്റെ ദാനമല്ലേ? അതെ. ഇവിടെ എല്ലാം ഒരു ബാലൻസ് സ്റ്റഡിയാണ് ആവശ്യം. എന്റെ പരിശ്രമം കൊണ്ടല്ല ഞാൻ വിശുദ്ധനായത്, പക്ഷെ എന്റെ ആഗ്രഹവും എന്റെ സമർപ്പണവും എന്റെ പങ്കും അതിലില്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടും. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ജീവിതത്തെ കുറിച്ച് ഏതെങ്കിലും ഒരു തെറ്റായ ചിന്തയിൽ നിങ്ങളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവചന പഠനത്തിനായി വീണ്ടും സമയം വേർതിരിക്കണമെന്ന് നിങ്ങളോട് വിനയമായിട്ട് ഓർമ്മിക്കുന്നു. ഇന്ന് രാത്രി ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു തിരുവചന ധ്യാനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമുക്കതിന് പ്രാർത്ഥനയോടുകൂടെ വചനധ്യാനത്തിലേക്ക് പോകാം. വിശുദ്ധിയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ നമ്മുടെ ബോധ്യം, നമ്മുടെ കൺസെപ്റ്റ്, അതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കർത്താവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൂതിലൂടെ ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒരു വിഷയാസ്പദമായ സന്ദേശമായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിക്കാവുന്നതുപോലെയും ഓർക്കാവുന്നതുപോലെയും ഞാൻ ചില കാര്യങ്ങൾ പറയാം. വിശുദ്ധി എന്തല്ല, ഇതാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ മതപരമായ എല്ലാ പരിപാടികളും പുറമേ ഉള്ള ഒരു ചടങ്ങായിട്ട് അകത്ത് ഇതിനകത്തൊരു സാധനമുണ്ട്. അത് പിടികിട്ടിയിട്ടില്ല ചിലർ. പുറമെ കാണിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധി എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഒന്ന്, വിശുദ്ധി എന്നത് പ്രാർത്ഥന അല്ല. പ്രാർത്ഥന അല്ലേ? അല്ല. പക്ഷെ വിശുദ്ധൻ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ വായിച്ചു കൊള്ളുക, ലൂക്കോസ് 18:9 മുതൽ വായിക്കുമ്പോൾ അവിടെ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യൻ അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അഥവാ പ്രസംഗിക്കുക. മറ്റവൻ നെഞ്ചത്ത് കൈവച്ച് വാവിട്ട് നിലവിളിച്ച് അനുദമിച്ച് ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കും. രണ്ടുപേരും പ്രാർത്ഥിച്ചതാണ്. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരാൾ വിശുദ്ധനാണെന്നോ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥനയാണ് ഒരാളുടെ വിശുദ്ധി എന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാർത്ഥന തന്നെ ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകൾ ജീവിതത്തിൽ മാറ്റം വരാത്തവരായിട്ട് കാണുന്നുണ്ട്. ജോർജ് സാർ എന്ന് പറഞ്ഞൊരു ദൈവദാസന്റെ ഒരു കൊച്ചു പുസ്തകത്തിനകത്ത് ഞാനൊരു ഉദാഹരണം കണ്ടു. അതിതാണ്, ഒരമ്മ
വീടാ. തട്ടുപുറത്ത് കയറിയിട്ട് അവനൊരു ഇച്ചിരി കുശലതക്കാരൻ, അവനൊരു ഇച്ചിരി ബാസൊക്കെ ഇട്ടിട്ട്, മകളെ അമ്മച്ചിക്ക് സന്തോഷം വീണ്ടും ശരീരത്തിൽ ഒന്നുകൂടി ഒന്ന് അനക്കി അൽമാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇച്ചിരി ബാസം കൊണ്ടിരിക്കും. മകളെ, നീ നിന്റെ മരുമകളോട് പോയി നിരപ്പ് പ്രാപിക്കും, എന്നിട്ട് വന്ന് പ്രാർത്ഥിക്കുക. അമ്മച്ചി ഇങ്ങനെ അന്തം വിട്ട് മേലോട്ട് നോക്കിയിരുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞ കൊച്ചൻ ഭയങ്കര എടുക്കണം. ഒന്നുകൂടെ, മകളെ പറഞ്ഞതനുസരിക്കും. അമ്മച്ചി പറയാ, അമ്മച്ചി മേലോട്ട് നോക്കിക്കൊണ്ട് പറയാ, ചുമ്മാതെയല്ല നിന്നെ യഹൂദന്മാരെ വിളിച്ച് ചോദിച്ചു, കയ്യിലിരിപ്പിതല്ലേ. ഉദാഹരണത്തിന്റെ ഉടമസ്ഥന്റെ പേര് ഞാൻ പറഞ്ഞാൽ എന്റേതല്ല. ഭാവന കഥയാണോ നടന്നാണോ അത് ഓതറോട് ചോദിക്കണം. ഏതായാലും ഇതിനകത്തൊരു കഴമ്പുണ്ട്, ഇതിനകത്തൊരു കഴമ്പുണ്ട്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നേരിട്ട് കണ്ടതും അനുഭവിച്ചതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നു എന്ന കാരണത്താൽ ആ ആള് വിശുദ്ധയാണെന്നും വിശുദ്ധനാണെന്നും ഒക്കെ ആളുകളെ ധരിപ്പിക്കാനും കൂടിയായി പ്രാർത്ഥിക്കുന്നത്. അത് ദൈവവുമായിട്ടൊരു വലിയ ബന്ധമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അത് പറയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. കാരണം പ്രാർത്ഥനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ എഴുതിയതും പഠിപ്പിച്ചതും ഒക്കെ അത് തന്നെ. മണിക്കൂറുകൾ അതിനെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയെ ഇങ്ങനെ നിസ്സാരമാക്കി പറഞ്ഞാലോ? അതെ, പ്രാർത്ഥന അതിനകത്തൊക്കെ മനസ്സിലാക്കിയ സത്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മനസ്സിലാകുന്നവർ പറയാം. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഈ നല്ലതിന് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. 25 രൂപയുടെ കള്ളനോട്ട് ഇന്നുവരെ ഇറങ്ങിയിട്ടില്ല. അതിന്റെ കാരണം 25ന്റെ നല്ല നോട്ട് ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ 20ന്റെ കള്ളനോട്ടും 1000ന്റെ കള്ളനോട്ടും ഇറങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനയാ ഏറ്റവും പവർഫുൾ. അതുകൊണ്ടാണ് അതിന് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നത്. മണിക്കൂറുകളും വർഷങ്ങളും ആഴ്ചകളും ഒക്കെ പ്രാർത്ഥനയുണ്ട്. വെറും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറല്ലാതെ, ദൈവവുമായുള്ള ബന്ധത്തെ ഒന്ന് ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടാതെ, എന്തെങ്കിലും കാര്യങ്ങളിൽ ക്ഷമിക്കാനോ ക്ഷമ ചോദിക്കാനോ വിട്ടുവീഴ്ച കാണിക്കാനോ പോട്ടെന്ന് വെക്കാനോ മനസ്സില്ലാതെ വെറുതെ കുറെ നേരം മേലോട്ട് നോക്കിയിരുന്ന് ജൽപ്പനം ചെയ്താൽ അത് വിശുദ്ധിയാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് പൊളിച്ചല്ലോ. അതിനോട് ചേർന്ന് പല കാര്യവും ചേർക്കാം. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ മറുഭാഷയും, ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ വളരെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും ദൈവവുമായിട്ട് വലിയ ബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിനും അപ്പുറത്താണ് വിശുദ്ധ ജീവിതം നിൽക്കുന്നത്. രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വചന പാണ്ഡിത്യവും അല്ല. ഇവിടെയെല്ലാം ചെറിയ നൂല് വണ്ണത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. കാരണം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഓ ഓക്കെ, അപ്പൊ വേദപുസ്തകം വാക്യം കാണാപ്പാടം പഠിച്ച പിന്നെ പാപം ചെയ്തില്ലല്ലോ, വെറുതെയാ. വാക്യ മത്സരത്തിന് വേണ്ടി വാക്യം കാണാതെ പഠിച്ചതുകൊണ്ട് വല്ല ഗുണവും കിട്ടിയോ? വാക്യ മത്സരത്തിന് വേണ്ടി വാക്യം കാണാതെ പഠിച്ച ആ ഒരു വാക്യവും ജീവിതത്തിൽ പ്രായോഗികമാക്കാനല്ല, അത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനിടെ കോപ്പി അടിക്കുകയും കൂടെ ചെയ്യും. അപ്പൊ അത് പാപത്തിൽ നിന്ന് അവനെ രക്ഷിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനങ്ങളെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ബുദ്ധിയിൽ കുറച്ച് കാര്യങ്ങൾ വായിച്ചു പഠിക്കുന്നതാണോ വിശുദ്ധ ജീവിതം? വചന പാണ്ഡിത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും നമ്പർ 1 പിശാചായിരുന്നു. പുള്ളിക്കറിയാവുന്ന അത്രയും മൂലഭാഷയും പുള്ളിക്കറിയാവുന്ന അത്രയും വചന നിശ്ചയവും നിലവിൽ ഇപ്പൊ ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കർത്താവിനോട് പുള്ളി പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. മത്തായി 4:1 മുതൽ 10 വരെ വായിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അങ്ങനെ എഴുതിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഏത് 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 എഡിഷനിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് കർത്താവ് ചോദിച്ചില്ലല്ലോ. അപ്പൊ കർത്താവിന് അറിയാം, അവന് പുസ്തകം അറിയാവുന്നു. അവന്റെ വേദപാണ്ഡിത്യത്തെ സംബന്ധിച്ച് കർത്താവ് ഒന്നും പറഞ്ഞില്ല. കർത്താവ് തിരിച്ചൊരു സംഭവം കൂടെ പറഞ്ഞു, ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, വേദപുസ്തകത്തിൽ ഒരു സ്കോളർ ആയതുകൊണ്ട് അയാൾക്ക് ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിന് മറുവശം കേട്ടണം. ഒരു വേദപുസ്തക കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഒരുത്തൻ നയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയം മുഴുവൻ വചനമായിരിക്കും. ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഒന്നുകൂടെ പറയുന്നു. വേദപുസ്തക പ്രകാരം അല്ലെങ്കിൽ യേശു പറഞ്ഞ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യൻ അല്പമെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വചനത്തിനായിരിക്കും. അവനെ രൂപാന്തരപ്പെടുത്തിയത് വചനം, അവനെ ഗൈഡ് ചെയ്യുന്നത് വചനം, അവനെ തടയുന്നത് വചനം, അവനെ നിയന്ത്രിക്കുന്നത് വചനം. സാമാന്യം നല്ല നിലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരി വേറൊരു വിഷയത്തിന് വേണ്ടി ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറയുക, പാസ്റ്ററേ, ഞാൻ ഈയിടെ ഓർത്തു എന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? നീ അങ്ങനെ ചെയ്യണ്ടടാ എന്ന് എന്നെ ഉപദേശിക്കാൻ എനിക്കിന്നൊരാളില്ല. ആവശ്യത്തിന് പൈസ ഉള്ളത് കൊണ്ട് എനിക്ക് എവിടെയും താമസിക്കാം, എനിക്ക് എന്തും കഴിക്കാം, എന്നെ കറക്റ്റ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ ഈ വേദപുസ്തകം വായിച്ചതാണ് എന്റെ കഷ്ടകാലം. പുള്ളി ഒരു വേറൊരു ഭാഷയിലാണ് അത് പറഞ്ഞത്. കഷ്ടകാലം എന്ന് പറഞ്ഞത്, ഈ പുസ്തകം എന്നെ അങ്ങോട്ടും പിടിയാൽ ഇങ്ങോട്ടും പിടിയല്ല, എവിടെ പോയാലും എന്റെ കയ്യെ കയറി പിടിക്കുന്നു, എന്റെ ചെവിക്ക് കയറി പിടിക്കുന്നു, എന്റെ കാലിന് വിലകിടുന്നു. ഞാൻ ഈ പുസ്തകം അറിഞ്ഞതാണ് എന്റെ വ്യത്യാസം. അപ്പോ ഒരുത്തരം പുസ്തകം അറിയാവുന്നോർത്ത് അവന് വിശുദ്ധനാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരുത്തൻ വിശുദ്ധനാണെങ്കിൽ അവന്റെ അകത്ത് പുസ്തകം കാണും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. അപ്പൊ വേദപുസ്തകത്തിലെ അപാര പാണ്ഡിത്യം വിശുദ്ധിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. വേദപുസ്തകം വായിക്കുന്നതും ധ്യാനിക്കുന്നതും വിശുദ്ധിക്ക് വേണ്ടി ആകണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് അതിനെക്കുറിച്ച് യാക്കോബ് പറയുന്നത്, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനെ പോലെയാ വേദപുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യൻ. കണ്ണാടിയുടെ മുമ്പിൽ നിന്നാൽ നമ്മുടെ കുറവും നല്ലതും എല്ലാം കാണാം. അവിടുന്ന് മാറുന്നതിന് മുമ്പ് ആ പോരായ്മ എന്താണോ അതങ്ങ് നികത്തിക്കോണം. അവിടുന്ന് മാറിയ പിന്നെ കാണാൻ പറ്റുകയില്ല. അപ്പൊ വചനത്തിന്റെ മുമ്പിൽ വരുന്നത് എന്നെ കാണാനായിരിക്കണം, അടുത്തിരിക്കുന്നവനെ കാണാനാകരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? വചനം ഞാൻ കേൾക്കുന്നതും വായിക്കുന്നതും വേറൊരാൾക്ക് വേണ്ടി ആകരുത്. എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ കേട്ടതുപോലെ, ഇത് കൊടുക്കാൻ കൊള്ളാം, അതിനല്ല പുസ്തകം വായിക്കുന്നത്. മറ്റൊരുത്തനെ കാണാനല്ല, നിന്നെ കാണാനാ. ഞാൻ എവിടെയോ ഒരിടത്ത് പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പോ ഒരാള് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പുള്ളിക്ക് കിട്ടിയിട്ടില്ല. പുള്ളി കേട്ടത് എന്തിനാ? ചില ആളുകളെ നോട്ട് ചെയ്തോണ്ടായിരിക്കുന്നത്. അവർക്ക് കിട്ടുന്നുണ്ടോ എന്നായിരുന്നു പുള്ളി ശ്രദ്ധിച്ചോണ്ടിരുന്നത്. പുള്ളിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല. ദുഃഖം തോന്നി ആ വാക്കിന്റെ മുമ്പിൽ. അധപ്പതനത്തിന്റെ വാക്കുകളാ അതൊക്കെ. ഭയങ്കര അധപ്പതനത്തിന്റെ വാക്കാണ്. കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിട്ടാനും കൊടുക്കാനുമാണോ ഇത്? അങ്ങനെ വരുമ്പോഴാണ് ഈ കുത്തുവാക്കിയുള്ള ബൈബിൾ നോക്കി പോകുന്നത്. പിന്നെ ഇപ്പൊ അതും ഇറങ്ങുമായിരിക്കും അടുത്ത കാലത്ത്. സ്തോത്രം. അപ്പോ വേദപുസ്തകത്തിലെ പാണ്ഡിത്യം നമ്മെ വിശുദ്ധരാക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരുവൻ വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ അവന്റെ അകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തമായ സ്വാധീനവും സാന്നിധ്യവും ഉണ്ടായിരിക്കും എന്നുള്ളതിന് സംശയം ഇല്ല. മൂന്നാമത്തെ കാര്യം, മത്തായി സുവിശേഷം 7:21 മുതൽ വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നു. തുടർന്ന് വായിച്ചു വരുമ്പോൾ, വീര്യപ്രവർത്തികൾ പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലോ.
എന്ന് പറഞ്ഞില്ല. കർത്താവ് ആ പറഞ്ഞ കാര്യത്തെ നിഷേധിച്ചില്ല. അപ്പോൾ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? വീര്യപ്രവൃത്തികളും വിശുദ്ധ ജീവിതത്തിന്റെ പര്യായം അല്ല. അവൻ വിശുദ്ധനല്ലെങ്കിൽ അവൻ ഈ അത്ഭുതമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്കൊരു വേദോസ്തം മേടിച്ചു കൊടുക്കണം. വേദോസ്തം പറയുന്നത് വരം കൊണ്ട് വൃക്ഷത്തെ അറിയാവുന്നല്ല, ഫലം കൊണ്ട് വൃക്ഷത്തെ അറിയാവുന്ന. വരം ആണ് നമ്മൾ അറിയുന്നത്. നമ്മൾ വരം മാത്രമേ കാണുന്നുള്ളൂ, ഫലം കാണുന്നില്ല. വരം കാണാൻ ഇച്ചിരി സമയം മതി, പക്ഷെ ഫലം കാണാൻ കുറെ സമയമെടുക്കും. കുറെ നാള് കാത്തിരിക്കണം ഫലം കാണണമെങ്കിൽ. വരം കാണാൻ യോഗത്തിന് വന്ന 5 മിനിറ്റ് കൊണ്ട് വരം നമുക്ക് കാണാം, പക്ഷെ ഫലം കാണുന്നത് പിന്നീടാ. വരം കൊണ്ട് ആരെയും ഐഡന്റിഫൈ ചെയ്യരുത്, ഫലം കൊണ്ടേ ചെയ്യാവൂ എന്ന് കർത്താവ് പറഞ്ഞു. വീര്യപ്രവൃത്തികൾ ഒരുവനെ വിശുദ്ധനാക്കുന്നില്ല, അല്ലെങ്കിൽ അതല്ല വിശുദ്ധിയുടെ ലക്ഷണം. പക്ഷേ ഒരു വിശുദ്ധനായ മനുഷ്യൻ വീര്യപ്രവൃത്തികൾ ചെയ്യും. നാലാമത്തെ കാര്യം, നന്മപ്രവൃത്തികളും അല്ല. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കല്യാണം നടത്തി കൊടുക്കാനുള്ള കാശ് കൊടുക്കുന്നവര്, വീട് വെക്കാൻ പൈസ കൊടുക്കുന്നവർ, പല കാര്യങ്ങളും നന്മ പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അടുത്തടുത്ത് വ്യക്തിപരമായ കാര്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ 1-2 കാര്യത്തിൽ നല്ലവരായിരിക്കും, പക്ഷെ വേറെ 1-2 കാര്യത്തിൽ ദൈവത്തിൽ നിന്നകന്നവരായിരിക്കും. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല. ഏതെങ്കിലും ചിലതിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് അതാണ് വിശുദ്ധി എന്ന് പറയുന്നവരുണ്ട്. ഉദാഹരണത്തിന്, യേശു കർത്താവിനെ വീട്ടിൽ വിളിച്ച് അക്കാലത്ത് ഡിന്നർ കൊടുക്കാൻ അധികം പേര് തയ്യാറായില്ല. എന്നാൽ ലൂക്കോസ് 7 ഒരു മനുഷ്യൻ തയ്യാറായി. ലൂക്കോസ് 7:36 അയാള് യേശുവിനെ വീട്ടിൽ വിളിച്ച് നല്ല ഭക്ഷണം കൊടുത്തു. അതൊരു നല്ല കാര്യമാണ്. എന്നാൽ കർത്താവ് അവനെ പുകഴ്ത്തിയില്ല, കർത്താവ് അവനെ തിരുത്തുകയാണ് ചെയ്തത്. എന്താ അവന്റെ പേരിൽ തിരുത്തേണ്ട കാര്യം? അവൻ യേശുവിന് നല്ല ഫുഡ് കൊടുത്തെങ്കിലും അവന്റെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട സ്ത്രീയെ അംഗീകരിക്കാനുള്ള മാനസിക വികാസം അവന് വന്നിട്ടില്ല. അവൻ ആ സ്ത്രീയെ സഹിക്കാൻ പറ്റുന്നില്ല. അവൻ വല്ലാതെ പല്ലുകടിക്കുകയും പിറുപിറുക്കുകയും അസ്വസ്ഥത കാണിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ കിടന്ന് പരാക്രമം കാണിച്ചു. കർത്താവ് അവനെ വിളിച്ചു, ശിമോനെ, നിന്നോടൊന്ന് പറയാനുണ്ട്. ഉടനെ അവൻ വളരെ വിനയത്തോടെ പറഞ്ഞു, ഗുരു പറഞ്ഞു. കർത്താവ് ഒരു കടങ്കഥ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞ് ചുവടുവിൽ കൊണ്ടുവന്ന് നിർത്തി. നിനക്ക് എന്തു തോന്നുന്നു? കാര്യങ്ങൾ എങ്ങനെയുണ്ട്? എല്ലാം അവനെ കൊണ്ട് തന്നെ യേശു പറയിപ്പിച്ചു. തിരിച്ചൊരു ചോദ്യം, ഈ സ്ത്രീയെ നീ കാണുന്നുണ്ടോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ ചെയ്യാത്തത് പലതും അവൾ ചെയ്തു. അവനത് തീരെ പിടിച്ചില്ല. ഈ യേശുവിനെയാ ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് നമ്മൾ അവകാശപ്പെടുന്നു, പക്ഷെ കർത്താവ് അതിനെ സർട്ടിഫൈ ചെയ്യണ്ടേ? കർത്താവ് അതിന് ഓക്കെ പറയണ്ടേ? ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? നാം എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തൃപ്തി തരും. ലോകം നമുക്ക് തൃപ്തി തരും. പക്ഷെ കർത്താവ് അത് നോക്കിയിട്ട് ഒരു നല്ല കമന്റ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ അധ്വാനം വെറുതെയായി പോയി. അതെ, നന്മ പ്രവൃത്തികളും അല്ല. ഞാൻ ആ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. എന്താ പിന്നെ വിശുദ്ധി? എന്താ പിന്നെ വിശുദ്ധി? എന്തെങ്കിലും ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല വിശുദ്ധി. പിന്നെ എന്താ വിശുദ്ധി? ഒന്ന്, വിശുദ്ധി എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് സംഭവിച്ച ഒരു മാറ്റമാണ്. അവിടെ നിന്ന് വേണം ഇത് തുടങ്ങാൻ. ഒന്ന് വായിച്ചേരെ. 2 കൊരിന്ത്യർ 5:15, 14, 15, 16, 17. ക്രിസ്തുവിലും
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജനപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജനപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അവൻ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇവിടെയാ ഇതിന്റെ തുടക്കം. ഞാൻ വളരെ പതുക്കെ പറയാം, നിർത്തി പറയാം. ഇന്ന് രാത്രിയിൽ ആദ്യമായിട്ടൊരു സുവിശേഷ പ്രസംഗം കേൾക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുക. കാരണം കേരളത്തിൽ ഭൂരിപക്ഷവും പെന്തിക്കോസുകാരൊന്നും അല്ല, തിരുവല്ലായിലും അല്ല, പത്തനംതിട്ട ജില്ലയിലും ഭൂരിപക്ഷം ആളുകളും പെന്തിക്കോസുകാരൊന്നും അല്ല. രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ അറിയാത്ത ഒരുപാട് മനുഷ്യർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരാളെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഇപ്പൊ വായിച്ചത്? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്കായിട്ട് മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആ നിർണയിച്ചിരിക്കുന്നു എന്ന ആ വാക്ക് വേണേ ഇച്ചിരൂടെ ഒന്ന് വിശദമായിട്ട് ഇങ്ങനെ പഠിക്കാം. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചതെന്ന് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണത്? ശ്രദ്ധിച്ചേ. യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഇതൊരു പൊതുവായ സത്യമാണ്, പൊതുവായ സത്യമാണ്. ഇക്കാര്യത്തിന് എതിരില്ല. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പാപിയെ രക്ഷിക്കാൻ ഒരാളെ ഈ മണ്ണിൽ വന്നിട്ടുള്ളൂ. പാപിക്ക് വേണ്ടി ഒരാളെ ഇവിടെ മരിച്ചിട്ടുള്ളൂ. പാപം പോക്കുവാൻ രക്തം ചൊരിഞ്ഞത് യേശു മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനം നൽകുന്ന ഒരേ ഒരു മാർഗം സുവിശേഷ മാർഗമാണ്. ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനം നൽകുന്ന ഒരേ ഒരു പുസ്തകം ബൈബിളാണ്. സുഹൃത്തെ, നിങ്ങൾ ഏത് മതവിശ്വാസിയുമായിക്കോട്ടെ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പാപമോചനം ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിൽ പാപക്ഷമ പ്രാപിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന മതം നിങ്ങൾക്ക് മരണം വരെയും പാപമോചനം തരുന്നില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഒന്നുകൂടെ ഞാൻ പറയാം. മതങ്ങൾ പാപമോചനത്തിന് പല മരുന്നുകൾ പറയുന്നുണ്ടെങ്കിലും ഒരൊറ്റ വ്യക്തിക്ക് പോലും പാപമോചനം കൊടുക്കുന്നില്ല, കൊടുത്തിട്ടുമില്ല. മരിക്കുന്നവരെയും പ്രക്രിയ തുടരുന്നു, മരണശേഷവും തുടരുന്നു. എന്നാൽ സുവിശേഷം ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് രക്ഷ ഉറപ്പാക്കി കൊടുക്കുന്നു. തുടർന്ന് പാപമോചനത്തിലുള്ള പ്രവൃത്തിയല്ല, തുടർന്ന് വിശുദ്ധ ജീവിതത്തിലുള്ള പ്രവൃത്തിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മാർഗം എന്താ? ഒരു ക്രിസ്മസ് കൂടെ കഴിഞ്ഞുപോയി. പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച യേശുവിലേക്ക് തിരിയുക. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കേരളത്തിന്റെ പാപമല്ല, ഇന്ത്യയുടെ പാപമല്ല, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, പാപം ഇല്ലാത്തവൻ, പാപികൾക്കായി മരിച്ചവൻ, ഉയർത്തെഴുന്നേറ്റവൻ, മടങ്ങി വരുന്നവൻ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. നിങ്ങൾക്ക് ചില ക്രിസ്ത്യാനികളെ പരിചയം കാണും, പക്ഷെ ക്രിസ്തുവിനെ പരിചയം കാണുകയില്ല. ഇന്ന് രാത്രി യേശുവിനെ ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കുക.
നിങ്ങളുടെ ജീവിതം മാറും എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്ററെ? അത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നൊരുത്തരം കൂടി തീരുമാനിക്കുക. അത് ആ തീരുമാനത്തോടു കൂടെ അവനിൽ ഇല്ലാത്ത ഒരു പവർ അവന്റെ അകത്തേക്ക് വരും. ആ പവർ അവനിൽ ഒരു രൂപാന്തരം വരുത്തും. ആ രൂപാന്തരം എനിക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല, എനിക്കത് വിവരിക്കാൻ പറ്റത്തില്ല, ഒരു എഴുത്തുകാരനെ കൊണ്ട് എഴുതാൻ പറ്റുകയില്ല. ഞാൻ വേണേ 1-2 വാക്യമൊക്കെ വായിച്ചു കേൾപ്പിക്കാം. ഇപ്പൊ വായിച്ചു വന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ, അത് ക്രിസ്ത്യാനി ആയാൽ എന്നല്ല, പെന്തിക്കോസിലായാലെന്നും അല്ല, ക്രിസ്തുവിൽ ആയാലെന്നാ. പെന്തിക്കോസിലാകാൻ എന്നാ ചെയ്യണം? എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. പെന്തിക്കോസുകാരന്റെ മകനായിട്ട് ജനിച്ചാൽ മതി. നമ്മളിപ്പോ സമ്മതിക്കുകയൊന്നുമില്ല, പക്ഷെ അങ്ങനെയാ എല്ലാ മതങ്ങളിലും. നമ്മൾ ഒരു ചെറിയ മതത്തിന്റെ പക്കത്തെത്തിയല്ലോ, സമ്മതിക്കാൻ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ സത്യത, പെന്തിക്കോസുകാരനാകാൻ എന്നാ വിഷമം? പെന്തിക്കോസുകാരന്റെ മകനായിട്ട് ജനിച്ചാ പോരെ. ഒരു കോളേജിലെ, കേരളത്തിന് പുറത്തൊരു കോളേജിൽ പ്രയർ ഗ്രൂപ്പ് നടക്കുക. ആ പ്രയർ ഗ്രൂപ്പിനകത്ത് CSIക്കാര്, മർത്തോമക്കാര്, ഇവാഞ്ചലിക്കാര്, പെന്തിക്കോസുകാര് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഒരു പ്രയർ ഗ്രൂപ്പാണ്. കോളേജല്ലേ, വേറെ ഒന്നും അവിടെ നടക്കത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അതിങ്ങനെ വളർന്ന് 10-20 പേരായപ്പോ കേരളത്തിൽ നിന്ന് ഒരു നല്ല ബൈബിൾ ടീച്ചറെ ഒരു അവധി സമയത്ത് കൊണ്ടുപോയി 2 ദിവസം ക്ലാസ് എടുക്കുക. പുള്ളി ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ നമ്മുടെ ഒരു അറിയപ്പെട്ട പുള്ളിയുടെ മകൻ ഈ കോളേജിലുണ്ട്. അവൻ വരികയില്ല. അവൻ ആ അവധി സമയത്ത് കറങ്ങി നടക്കുക, പലയിടത്തും പോകണ്ടേ. ഈ ടീച്ചർക്ക് ഇവനെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് തപ്പിപ്പിടിച്ചു. എന്റെ മോനെ, ഇത്രയും നല്ല പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിട്ട് നീ എന്നടാ വരുന്നത്? അച്ഛാ, അച്ഛൻ എന്റെ അടുത്ത് അച്ഛന്റെ വേഷം ഒന്നും എടുക്കണ്ട. അതിനകത്ത് ആരൊക്കെയാ വരുന്നത്? CSIക്കാരുണ്ട്, മർദ്ദമാക്കാരുണ്ട്. ഞാൻ എന്നെ നോക്കണ്ട, ഞാനൊരു പെന്തക്കോസ് തറവാട്ടി ജനിച്ചാന്ന് ഓർത്തോണം. എന്നിട്ട് പൊന്നുവൻ എവിടെ പോവുക? അത് ഞാൻ പറയുന്നില്ല പൊതുവില്. അവന്റെ ചോര തിളക്കിയ, ആരൊക്കെയാ വരുന്നെന്ന് അറിയാവോന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്ക്. അവൻ വേണമെങ്കിൽ, എന്നോട് പിണങ്ങരുത്, അവൻ വേണമെങ്കിൽ നമ്മുടെ ചർച്ച് പൊളിറ്റിക്സിൽ മുമ്പിൽ വരും. അല്ലെ? നമുക്കുണ്ടല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. അങ്ങനെയുള്ള സമയം വരുമ്പോ ഇവർ രംഗത്ത് വരും. അവർ എന്ത് ചെയ്തു കളയും, ആർക്ക് വേണ്ടിയും എന്തോ അവർ ചെയ്യും. കാരണം ഒരു വീണ്ടും ജനിച്ചിട്ടില്ലല്ലോ. വീണ്ടും ജനിച്ചവരെ നമുക്ക് കൂട്ട് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. കാരണം അവരെ കൊണ്ട് നമുക്ക് കാര്യമായ പ്രയോജനമൊന്നുമില്ല. വീണ്ടും ജനിക്കാത്തവർ കൂടെ ഉണ്ടല്ലേ നമ്മുടെ പരിപാടി നടക്കത്തുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ചെന്ന് കൊണ്ടുവരാൻ പറഞ്ഞ കൊന്നു കൊണ്ടിരുന്നവര് വേണ്ടേ? ദൈവഭയമുള്ളവനെ കൂട്ടുകൂട്ടിയിട്ട് എന്താ കാര്യം? എന്നാ ഞാനൊരു വേറൊരു പുറലോകത്തെ ഒരു സാക്ഷ്യം പറയാം. ഞാനൊരു പെട്രോൾ പമ്പിലോട്ട് കൊണ്ടുവന്ന തിറവത്തിനടുത്താ വണ്ടി നിർത്തി പെട്രോൾ ഡീസൽ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ പമ്പിൽ ഇരിക്കുന്ന ആൾ, ഉടമസ്ഥൻ, സാക്ഷാൽ ഉടമസ്ഥൻ എഴുന്നേറ്റ് വന്നു. എനിക്കൊരു സല്യൂട്ട് വന്നു. ഞാൻ പുള്ളിയെ അടുത്തറിയില്ല. പാസ്റ്റർ അല്ലേ? അതെ. വേറൊരാളുടെ പേര് പുതിയ വലിച്ചഴിക്കണ്ടല്ലോ. തൽക്കാലത്തേക്ക് ഞാൻ പറയാ, ചാണ്ടിച്ചന്റെ കൂടെ ഇല്ല വന്നിട്ടില്ലേ? അതൊരു സങ്കല്പ പേരാ കേട്ടോ. ഞാൻ പറഞ്ഞുണ്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ പെന്തിക്കോസ്തുകാരെ എല്ലാവരും ഒന്നും എനിക്ക് വിശ്വാസമല്ല. പക്ഷെ ചാണ്ടിച്ചന്റെ കൂടെ ഒരു മനുഷ്യൻ നടന്നാൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന പോലെ. കേട്ടായിരുന്നു ഞാൻ പറഞ്ഞേ? ഒരു സമുദായക്കാരൻ പെട്രോൾ പമ്പിന്റെ ഉടമസ്ഥൻ പറയാ, ഒരു വിശ്വാസിയുടെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ആ പമ്പിൽ പെറിയത് പുള്ളി കണ്ടിട്ടുണ്ട്. പുള്ളി എന്നോട് പറയാ, അയാളുടെ കൂടെ നിങ്ങൾ നടന്നാൽ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന പോലെയാണ്. അപ്പൊ സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് എന്നെങ്കിലും വെളി വരും, അല്ലേ? സാക്ഷ്യം ഉണ്ടെങ്കിൽ അത് എന്നെങ്കിലും വെളി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മാറ്റം വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാ. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ, ക്രിസ്തുവിലാകണം. നിങ്ങൾ മതത്തിലായ മതയാനിയാവും, ക്രിസ്തുവിലായാൽ ക്രിസ്ത്യാനിയാവും. ക്രിസ്തുവിലാകണം, ക്രിസ്തുവിലാകണം.
ഉണ്ടാകരുത്. ക്രിസ്തുവിൽ ഈ മാർഗത്തിൽ ഒറ്റ ഡോറേ ഉള്ളൂ, ഒറ്റ ഡോറ്. പല ഡോറിൽ കൂടെ കയറാൻ ഒക്കെയല്ല. യേശു എന്ന ഒറ്റ ഡോറിൽ കൂടെ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇനി അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ഒറ്റ ഡോറിൽ കൂടെ ഒരു സമയത്ത് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ. ഇടുക്കവും ഞെരുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൈ കൊച്ചുണ്ടെങ്കിലോ, കൊച്ചു വേറെ കയറിക്കോണം. വേറെ ടിക്കറ്റാ. ഈ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറോട് പറയാം നമുക്ക് കൊച്ചിന് ടിക്കറ്റ് എടുക്കാറായിട്ടില്ലെന്ന്. അതൊക്കെ നമുക്ക് 10-15 വയസ്സ് വരെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ കയറാൻ ഒക്കുകയില്ല. കൊച്ചു വേറെ ടിക്കറ്റേ കയറണം. ഒരാൾക്ക് ഈ ഡോറിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. ലഗേജ് ഉണ്ടെങ്കിലോ ലഗേജ് ഇറക്കി വെച്ചു കയറണം. ഇടുക്കുവാതിൽ കിടക്കാൻ പോരാടുവി. ഒട്ടകം സൂചിക്കുഴയിലൂടെ. അതൊക്കെ വ്യാഖ്യാനിക്കാൻ എന്ത് പാടാന്നറിയോ? സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഏറ്റവും ചെറിയ ദ്വാരം. മൂക്കിന്റെ ദ്വാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. സൂചിക്കുഴയല്ലേ, അതിനേക്കാൾ ചെറുത് എന്തോ ആണല്ലേ. അതിനകത്ത് നൂലിടനെ തന്നെ ഒരു കണ്ണാടി വെച്ചാൽ പറ്റുകയില്ല. അതിനകത്തൂടെ ഒട്ടകത്തെ കയറ്റണം. ഒട്ടകത്തിന്റെ സ്ഥാനത്ത് ഒരു പഴുതാരയായിരുന്നു. നമുക്ക് എന്തെങ്കിലും നോക്കാമായിരുന്നു, ഒന്ന് ട്രൈ ചെയ്യാമായിരുന്നു. ഇത് ഒട്ടകമാണ്. പശുവാണേലും വേണ്ടിയില്ല. ഇത് പകുതി കയറി കഴിഞ്ഞ് പിന്നെ ഒരു മുഴയാണ്. കർത്താവ് എന്ത് തമാശയായി പറയുന്നത്? എന്തുവാ ഇതിന്റെ അർത്ഥം? ഉടനെ നമ്മളൊരു വ്യാഖ്യാനം കണ്ടെത്തി. സൂചിക്കുഴ വാതിൽ എന്നൊരു വാതിലുണ്ട്. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാം. എന്തിനാണെന്നറിയോ? ഒട്ടകത്തെ കയറ്റാൻ വേണ്ടിട്ടാ. എന്നിട്ട് വ്യാഖ്യാനം കേട്ടോണം. ആ വാതിലിന് പൊക്കക്കുറവായതുകൊണ്ട് ഒട്ടകത്തെ കയറ്റാം, പക്ഷെ ലഗേജ് പറ്റുക. അപ്പൊ ലഗേജ് ഇറക്കി വെച്ചിട്ട് ഒട്ടകത്തെ കിടത്തുക. അപ്പുറം കിടന്നു കഴിഞ്ഞ് ലഗേജ് എടുത്ത് അവിടെ ഇട്ടാ പോരെ. സത്യത്തിൽ അതൊന്നും അല്ല കേട്ടോ. വ്യാഖ്യാനിച്ചോ, തൽക്കാലം പിടിച്ചു നിൽക്കാം. സത്യത്തിൽ അതൊന്നും അല്ല. ഒട്ടകത്തെ സൂചിക്കുഴ കിടത്താം, പണിയുണ്ട്. ഇതിനെ ഒരു മിക്സിക്കകത്ത് ഇടണം, അരിഞ്ഞിടണം, വെള്ളം ഒഴിക്കണം, അടിക്കണം. അടിച്ച സൂപ്പാക്കിയിട്ട് സൂചിക്കുഴ കൂടെ ഒഴിക്കണം. ഈസിയായിട്ട് കിടന്നു പോകും. സകല പൊങ്ങച്ചവും തീർന്ന, സകല അഹങ്കാരവും തീർന്ന, സകല പാരമ്പര്യവും തീർന്ന, സകല തലക്കനം അവസാനിച്ചിട്ട് അരഞ്ഞു നുറുങ്ങി ഇതിനകത്തൂടെ ഇറങ്ങാൻ നീ തയ്യാറായാൽ നിനക്ക് ദൈവത്തിൽ പോവാം. അപ്പൊ പിന്നെ നിറമൊന്നും കാണത്തില്ല. അപ്പൊ പിന്നെ ഷേപ്പ് ഒന്നും കാണത്തില്ല. ഈ ഷേപ്പ് ഒന്ന് മാറണം. ഈ ഐഡന്റിറ്റി ഒന്ന് മാറണം. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. അപ്പൊ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ ഈ മിക്സിക്കകത്ത് കയറി ഇറങ്ങിയതാ, പുതിയതായിപ്പോയി, പഴയ ആളല്ല. പ്രൈസ് ലോർഡ്. ഈ ഒറ്റ ഡോറേ ഉള്ളൂ. ഈ ഡോറ് ഒരു സമയത്ത് ഒരാൾക്കേ കയറത്തുള്ളൂ. അങ്ങനെ കയറിയൊരു മാത്രമേ ഈ സഭയ്ക്കകത്തുള്ളൂ. സംഘടനയ്ക്കകത്ത് ഇഷ്ടംപോലെ ആള് കാണും. ഇങ്ങനെ കയറിയൊരു മാത്രമേ ദൈവസഭയ്ക്കകത്തുള്ളൂ. അവരെ ചേർക്കാൻ വേണ്ടി മാത്രമേ യേശു ക്രിസ്തു മടങ്ങി വരുന്നത്. സുഹൃത്തെ, വ്യക്തിപരമായി നീ യേശുവിൽ ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നിനക്കാകാം. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഒന്ന് പറ, അവിടെ ഒന്ന് പറ. എന്റെ ബ്ലഡ് എടുത്താൽ സഭയുടെ ബ്ലഡ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. വേണ്ട, യേശുവിന്റെ രക്തമാകട്ടെ. അത്രയൊന്നും വാശി വേണ്ട. എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇന്ന് രാത്രി പറയാമോ? പുറത്തു നിൽക്കുന്ന സ്നേഹിത, വണ്ടി ഓടിച്ചോണ്ട് ഇവിടെ വന്ന സുഹൃത്തെ, ഇന്ന് രാത്രി ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയാമോ? നിനക്ക് വേണ്ടി ആരും മരിച്ചിട്ടില്ല കേട്ടോ. യേശു മാത്രമേ മരിച്ചിട്ടുള്ളൂ. നിനക്ക് വേണ്ടി ഒരുവൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. നിന്റെ പാപത്തിന് പരിഹാരമായി കുരിശിൽ അർത്ഥനഗ്നനായിട്ട് 2 കള്ളന്മാരുടെ നടുവിൽ ഒരു നീചനെ പോലെ ക്രൂരമായ ആ വധത്തിന്, ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇന്ന് രാത്രി പറ, എനിക്ക് വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. ആ ഒരു തീരുമാനമാണ് നമ്മെ ക്രിസ്തുവിൽ ആക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ആയവൻ പുതിയ സൃഷ്ടി. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയത് കഴിഞ്ഞു പോയി. റിപ്പയർ ചെയ്തെടുക്കുകയല്ല, ഉടച്ചു വാർക്കുക. ഓൾട്രേഷൻ എടുത്തതല്ല,
കണ്ട പഴയതിനോട് ചേർത്ത് തുന്നത്തില്ല. ഇത് മൊത്തം പുതിയതാണ്. ഒരു മനുഷ്യൻ പുതിയതാകുക എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ദേവദാസന്മാര് പറഞ്ഞു. 1-2 ഉദാഹരണം പറയാം. പല വീട്ടിൽ പാല് കൊടുത്തോണ്ടിരുന്ന ഒരു ചെടുത്തിയാരൻ സുവിശേഷത്തിൽ പോയി മാനസാന്തരപ്പെട്ടു. പിറ്റേ ദിവസം പാല് കൊണ്ട് വന്നപ്പോൾ 1 കുപ്പി പാല് കൊടുത്തടത്ത് 1/2 കുപ്പിയെ തരുന്നുള്ളൂ. മറ്റേ വീട്ടിലും അതെ. എല്ലാ വീട്ടിലും പാല് വളരെ കുറച്ചു. വീട്ടുകാർ പറഞ്ഞു, ഇത് എന്തൊരു ചതിയാ നിങ്ങൾ ചെയ്യുന്നത്, പിള്ളേർക്ക് പാല് കൊടുക്കണ്ടേ? കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ഇന്നലെ തന്നെ അത്രയും പാലുണ്ട്. ഇന്നലെ തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ 1 കുപ്പി, ഇന്ന് 1/2 കുപ്പി. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്നാ പറ്റിയത്? എനിക്ക് പറ്റിയത് ഞാനൊരു സുവിശേഷ യോഗത്തിന് പോയി, അതുകൊണ്ട് 1/2 കുപ്പി പാലോ 1/2 കുപ്പി വെള്ളമോ ഞാൻ തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ വെള്ളം മാറ്റി അത് നിങ്ങൾ അങ്ങ് ചേർത്ത 1 കുപ്പി ആയിക്കോളും. അങ്ങനെ സുവിശേഷ യോഗത്തിന് പോയിട്ട് അങ്ങനെ വല്ല പറ്റിയൊരു പിടിയുണ്ടോ? അപ്പൊ 500 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് 250 ആയി. നമ്മൾ ഈ പറയുന്ന സാക്ഷിയൊക്കെ എന്നാന്നറിയോ? സ്നാനപ്പെട്ടപ്പോ എനിക്ക് 1 സ്കൂട്ടർ, സ്നാനം കഴിഞ്ഞപ്പോൾ 5 സ്കൂട്ടർ. ഇതിങ്ങനെ അങ്ങ് കണ്ടമാനം പറയല്ലേ. ഒരു സ്കൂട്ടർ പോലും കിട്ടാത്ത പാവപ്പെട്ട ഒരു ഇരിപ്പുണ്ട്. നീ പ്രാർത്ഥിക്കാത്തോണ്ടാ നിനക്ക് കിട്ടാത്തത്. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് BMW 2 എണ്ണം. എന്ത് ചതിയായി പറയുന്നേ. നിന്നേക്കാൾ പ്രാർത്ഥിച്ചവൻ ഇപ്പോൾ സൈക്കിളെ നടപ്പുണ്ടല്ലോ. നീ ആരെയായി വെല്ലുവിളിക്കുന്നേ? ആരെയായി വെല്ലുവിളിക്കുന്നേ? പാവപ്പെട്ട ദൈവവൈതലിനെ വിരട്ടരുത്. നിന്റെ BMW തരാനല്ല എന്റെ കർത്താവ് കുരിശിൽ മരിച്ചത്. നിന്റെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വിളിച്ചുയർത്താനോ യേശു കുരിശിൽ മരിച്ചത്. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊട്. TV കൂടിയൊക്കെ പ്രസംഗം വരുമ്പോ ഉണ്ടല്ലോ, സഹിക്കാൻ മേലാത്ത ചില സമയം വരും. TV തല്ലി പിടിച്ചിട്ട് കാര്യമുണ്ടോ? ദൈവം അനുഗ്രഹിച്ചവർക്കെല്ലാം BMW വേണമെന്ന് പറയരുത്, പ്ലീസ് പറയരുത്. അപ്പൊ പാസൊക്കെ കുശുമ്പുണ്ടോ? എനിക്ക് എന്റെ അത്രയും കുശുമ്പില്ലാത്തവർ വളരെ കുറച്ചേ കാണുള്ളൂ. ഞാനിത് ദൈവസന്നിധി പറയുക. കാരണം നിങ്ങൾക്ക് ഓരോ ഹെലികോപ്റ്റർ കിട്ടിയാൽ ഞങ്ങൾക്കാ ഗുണം. എന്നാന്നറിയോ? ഈ ഏറ്റുമാനൂർ ഭയങ്കര ബ്ലോക്കാ. ഞാൻ അവിടുന്ന് വരുന്നു, കടുത്തുരുത്തി കഴിയുമ്പോൾ ഞാൻ വിളിക്കുന്നു, ജെയിംസ് സാറേ ആ ഹെലികോപ്റ്റർ ഒന്നിച്ച് വിട്ടേര്. പടവന്ന് വണ്ടി അവിടെ വരുന്നു, ഞാൻ കയറിഞ്ഞു പോരുന്നു. അത് എല്ലാവർക്കും കിട്ടട്ടെ. പക്ഷെ ഇത് കിട്ടിയവരെല്ലാം വിശുദ്ധന്മാരും കിട്ടാത്തവരെല്ലാം മണ്ടന്മാരൊന്നും വിളിച്ചു പറയരുത്. അങ്ങനെ വന്ന പൗലോസൊക്കെ വലിയ മണ്ടനാകും. അങ്ങനെ വന്നാൽ ഈശോ മിശിഹായും സ്നാപകയോഹന്നാനും ഒക്കെ വലിയ മണ്ടന്മാരാകും. തലചായ്പാൻ ഇടമില്ലാതെ പശുത്തൊട്ടിയിൽ കിടന്ന ദൈവപുത്രന് പേര് പറഞ്ഞ നീ കോടികൾ ഉണ്ടാക്കാൻ നോക്കണ്ട. മാനസാന്തരപ്പെട്ടു. അപ്പൊ അതിന്റെ മറുവശം പറഞ്ഞേക്കാം. അല്ല എന്റെ പൊന്നുവാസം ഇപ്പൊ പറഞ്ഞു പിടിച്ചു വന്നപ്പോ ഒരു നല്ല കാറുള്ളവന്റെ കാര്യം പോക്കാണോ എന്ന് ഞാൻ പറഞ്ഞില്ല. രണ്ടെണ്ണം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. അതാ അനുഗ്രഹം ആരോട് മിണ്ടിപ്പോരുത്. അയ്യോ ഇങ്ങനെയൊക്കെ പറയുന്ന പിന്നെ അല്ലാതെ ഇങ്ങനെ പറയുന്നത്. ഈ കഴിഞ്ഞ വർഷം ഒരു പെങ്കൊച്ചിനെ തൃശ്ശൂർന്ന് പിടിച്ചു. 8 കാറുണ്ട്. എന്റെ കൊച്ചിന് ഒരു കാർ ഭ്രാന്തുണ്ട്. ഇച്ചിരി പ്രായം മാറിക്കോളൂന്ന് എനിക്കറിയാം. അപ്പൊ ഇവൻ ഇതിന്റെ എല്ലാം പേരിരുന്ന് വായിക്കുക. എനിക്കൊന്നും അറിയത്തില്ല. എല്ലാത്തിനും 4 വീല. പിന്നെ എന്തുമാത്രം നോക്കാനുള്ളത്. അവൻ എന്നോട് ചോദിച്ചു, പപ്പ ഇതിന്റെ വില പപ്പയ്ക്ക് അറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഇതിന് 1.5 കോടി, മറ്റേനോ 1 കോടി, മറ്റേനോ 85 ലക്ഷം, അങ്ങനെ കുറെ കണക്കുണ്ട്. ഞാൻ ചോദിച്ചിട്ട് എന്നിട്ട് ഇപ്പൊ ഇത് എന്നാ പത്രത്തിൽ വന്നേ? അല്ല പുള്ളിക്കാരത്തെ പോലീസ് പിടിച്ചു. എന്നിട്ട് ഇപ്പൊ എവിടെയാ കിടക്കുന്നത്? പൂജപ്പുര. എന്നാ പ്രയോജനം? പുള്ളിക്കാരത്തേക്ക് വീട് 6 എണ്ണം ഉണ്ട്, കാർ 8 എണ്ണം ഉണ്ട്, കിടപ്പ് അവിടെ ഒരു ഗുണമുണ്ട്, നല്ല മതിൽക്കെട്ട. ഇനി ഒന്നും പേടിക്കണ്ട. ചെറുപ്പക്കാരെ വഞ്ചിക്കപ്പെടരുത്. ഇതൊന്നും വെച്ച് പ്രാർത്ഥിച്ച് സമയം കളയരുത്.
ഇതിനുവേണ്ടി നിന്റെ ജീവിതം പാഴാക്കരുത്. ഇത് മണ്ണാങ്കട്ടയാ. ഈ ചെറുപ്പക്കാരുടെ ഇടയിലെ ഡയലോഗാ. ഒരുത്തനോട് പറയാ, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ട ഊണ് 650 രൂപയുടെയാണ്. മറ്റവന് തിരിച്ചടിക്കാനൊന്നുമില്ല, അവന് 25 രൂപയുടെ ഉണ്ടത്. അവൻ പറഞ്ഞു, ഞാൻ 25 ഉണ്ടത്, പിന്നെ എനിക്കൊരു ആശ്വാസമുണ്ട്, 3 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടും ഒരുപോലെ ആവുന്നു. നമ്മൾ ഈ പൊങ്ങച്ചത്തിലൊക്കെ ആണോ ഈ തൂങ്ങിക്കിടക്കുന്നേ? ആണോ? ഇതാണോ ദൈവം അനുഗ്രഹിച്ചു നീ പറയുന്നേ? നിനക്ക് പാപത്തോടൊരു ഭയമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ തൊട്ടെന്ന് ഞാൻ പറയാം. നിനക്ക് ദ്രവ്യാഗ്രഹത്തെ കാണും ഒരു വേറെയുണ്ടോ എങ്കിൽ ദൈവം നിന്നെ തൊട്ടെന്ന് ഞാൻ പറയാം. നിനക്ക് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഒരു വേദനയുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ തൊട്ടെന്ന് ഞാൻ പറയാം. ദൈവത്തിന് മഹത്വം കൊടുക്കാം. രണ്ടാമത്തെ ഉദാഹരണം, ഈ 3-4 വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ത്രീ. അവരിങ്ങനെ സൂര്യയുടെ ഒതിന് പോയി മിനിറ്റ് വെച്ച് വീടുകൾ ക്ലീൻ ചെയ്യും. മാനസാന്തരം കഴിഞ്ഞ് വന്നിട്ടേ 5 വീട് ക്ലീൻ ചെയ്യുന്ന ആള് അന്ന് 1 വീട് ക്ലീൻ ചെയ്തു. അടിച്ചു തൂത്തെല്ലാം വിടണ്ടേ? വീട്ടുകാർ വന്ന് വഴക്കുണ്ടാക്കി, നീ എത്ര പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തോണ്ടിരുന്ന? ഇതെന്നാ? ഞാനേ സൂര്യത്തിന് പോയാൽ പഴയതിനേക്കാൾ വേഗത്തിലല്ലേ പറ്റുകയല്ല. എനിക്കിപ്പോ ഈ മൂലയെല്ലാം തുടയ്ക്കണം, കട്ടിലിന്റെ അടിയെല്ലാം തുടയ്ക്കണം. ഇല്ല, എനിക്ക് മനസമാധാനം ഇല്ല. നിങ്ങളെ കാണിക്കാനല്ല, എന്റെ കർത്താവിനെ കാണിക്കാനാ ഞാനിത് ചെയ്യുന്നത്. പുതിയ സൃഷ്ടി. സക്കായി കർത്താവിനെ കണ്ടു. കർത്താവ് ഒന്നും മിണ്ടിയില്ല, മുഴുവൻ അവനാ പറയും. അവനത് മുഴുവൻ പറയും. ഈ കർത്താവ് ഇതൊന്നും വേഗം ഇറങ്ങി വരാനല്ല, പാവം ഒരു കാര്യം കർത്താവ് പറഞ്ഞില്ല. വസ്തു വയ്ക്കുക, അത് ചെയ്യുക, ഒന്നും പറഞ്ഞില്ല. ഇവൻ നിന്ന് പറയ, വല്ലത് ചതിവായി വാങ്ങിയിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞ്? മനസാക്ഷിയായി പറയുന്നേ. ഇപ്പൊ പിന്നെ അങ്ങനെ പറയുന്നില്ല. മനസാക്ഷിയൊക്കെ വളരെ ഡീസന്റ് ആയിരിക്കുക. അർഹതപ്പെടാത്ത വല്ല പൈസ അക്കൗണ്ടിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അനുതാപം ഉണ്ടായെങ്കിൽ വിശുദ്ധിയുടെ ഒരു ചെറിയ കാറ്റടിച്ചിട്ടുണ്ടെന്ന് പറയാം. ഒരു വീണ്ടും ജനനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ ഒക്കുകയില്ല. വചനത്തിൽ നിന്ന് വായിക്കാം. പുതു സൃഷ്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? യെശയ്യാ പ്രവചനം 11:5-6. നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. പിന്നെ ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും. കേട്ടോണോ? ആരാ കിടക്കുന്നേ? ചെന്നായ് കുഞ്ഞാടിനോടുകൂടെ പാർക്കും. ശ്രദ്ധിച്ചു കേട്ടല്ലോ. ചെന്നായ കുഞ്ഞാടിന്റെ കൂടെ കിടക്കും. അത്ര ഒരു മിനിറ്റ് ഇച്ചിരി കഴിഞ്ഞ് വായിക്കണേ. ഇപ്പൊ ഒന്ന് നിർത്തിക്കോ. നേരം വെളുക്കുമ്പോ എന്ത് സംഭവിക്കും? അത് ചിന്തിച്ചു നോക്കി. അക്ഷരാർത്ഥത്തിൽ ചിന്തിച്ചു നോക്കി. ഒരെണ്ണേ കാണുള്ളൂ. അതേതായിരിക്കും? ചെന്നായി. കുഞ്ഞാടോ? പൊടി പോലും കാണില്ല. എതിലെ പോയെന്ന് പോലും തൊണ്ടി പോലും കിട്ടത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞ് കിടക്കുന്നു. ചെന്നായ കുഞ്ഞാടിന്റെ വയറ്റിൽ കിടക്കുന്ന, കുഞ്ഞാട് ചെന്നായുടെ വയറ്റിൽ കിടക്കുന്നല്ല. അല്ലല്ല, രണ്ടുപേരുടെ വർത്താനം പറഞ്ഞ് കിടക്കുന്നു. ഓ, ഇത് എന്തൊരു അല്ല. അതൊക്കെ പാസ്റേ 1000 പാട്ടില്ല. അല്ലല്ല, ഇപ്പൊ നടക്കും. പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടാ മതി. അടുത്ത വാക്യം. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പുള്ളിപ്പുലി ആട്ടുംകുട്ടിയുടെ കൂടെ കിടക്കും. അങ്ങനെ കിടക്കണമെങ്കിൽ ആട്ടുംകുട്ടിക്കാണോ മാറ്റം വരണ്ടോ? പുള്ളിപ്പുലിക്കാണോ? രണ്ടിനും മാറ്റം വരണം. പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. പുള്ളിപ്പുലി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തു. ഇതുണ്ടല്ലോ, കുഞ്ചിരോമ എല്ലാം വെട്ടി നല്ല കണ്ട ഡീസന്റായി. എന്നിട്ട് കോലാടിനോട് പറയാം, നമുക്ക് ഇന്ന് ഡിന്നറിന് ഇവിടെ കൂടിയാലോ? എല്ലാ സംഗതിയൊക്കെ മനസ്സിലായി. പക്ഷെ ഞങ്ങളില്ല.
ഞങ്ങൾക്ക് വല്ല പ്ലാവലയൊക്കെ കഴിച്ച് ജീവിച്ചാൽ മതി, നിങ്ങളുടെ കൂടെയുള്ള കമ്പനി ഒന്നും നമുക്ക് വേണ്ട. അല്ല, എനിക്ക് മാറ്റം വന്നോ? നീ കാണാമല്ലേ, ഉടുപ്പ് മാറി, മൊത്തം മാറിയിട്ടുണ്ട്. നോട്ടം കണ്ടാ അറിയാൻ മാറിയിട്ടില്ലെന്ന്. കാരണം ആടിനെ മൊത്തത്തിലൊരു നോട്ടം ഉണ്ടല്ലോ. ആട്ടുകുട്ടി അടുക്കുകയില്ല. പക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതൊക്കെ നമ്മളിതെല്ലാം 1000 ആണ്ടിലേക്ക് വിട്ടിരിക്കുക. കാരണം നമ്മളെ ബാധിക്കുകയല്ല. അതിനാ ഈ 11:1 മുതൽ വായിക്കുമ്പോഴേ കർത്താവ് ഒരുവനിൽ ഭരണം നടത്തുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. കർത്താവ് ഭരിക്കുന്നിടത്ത് എന്ത് നടക്കും? ആ ചെന്നായി കുഞ്ഞാട് ഒരുമിച്ച് കിടക്കും, പുള്ളിപ്പൊലി കോലാട്ട് കുട്ടി ഒരുമിച്ച് കിടക്കും. എങ്കിലും ഒരു ചോദ്യം, കർത്താവ് ഇവിടെ ഭരിക്കുന്നുണ്ടോ? ഉണ്ടോ? നിന്റെ ഉള്ളിൽ യേശു ഭരിക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ യേശു ഭരണം നടത്തുന്നുണ്ടോ? നിന്റെ സഭയിൽ യേശു ആണോ ഭരിക്കുന്നത്? അവിടെ ആത്മാവിന്റെ കാര്യം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് മോളി പറയുന്നുണ്ട്. 1 മുതൽ 5 വരെ വായിക്കണം. പരിശുദ്ധാത്മാവാണോ വ്യാപരിക്കുന്നത്? എങ്കിൽ ചെന്നായുടെ സ്വഭാവം മാറും. ചെന്നായുടെ സ്വഭാവം മാറും. ചെന്നായുടെ സ്വഭാവം മാറുന്നത് കുഞ്ഞാടിന് പിടികിട്ടും. പിടികിട്ടുമ്പം കുഞ്ഞാട് ചെന്നിട്ട് പ്രൈസിലോടൊന്ന് പറയും. ഇതാ ഇതിന്റെ കളി. അല്ലാതെ ചെന്നായി ഷേവ് ചെയ്താലൊന്നും കാര്യം നടക്കുകയില്ല. സ്വന്തം. അപ്പൊ ഈ ചെന്നായിക്ക് എവിടെയാ മാറ്റം വന്നത്? ചെന്നായിക്ക് മാറ്റം വന്നത് ഈ നഖം ചെറുതായിട്ടൊന്ന് വെട്ടി. അത് വെട്ടിയ 3-ാം പൊക്കം വീണ്ടും വരുമെന്നേ. പിന്നെ എവിടെയാ സാറേ ഈ ചെന്നായിക്ക് മാറ്റം എന്ന് പറയാം? ചെന്നായിക്ക് മാറ്റം വന്ന സ്ഥലം പറയാൻ എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. അതിന് ആ വിഷയത്തില് ബയോളജി ഒക്കെ പഠിച്ചിട്ടുള്ളവർ ചോദിക്കണം. ഇതിന്റെ ഈ ടേസ്റ്റ് ഒക്കെ എവിടെയാ ഇരിക്കുന്നത്? ടേസ്റ്റ് അവിടെയാ ചേഞ്ച് വന്നത്. ഇപ്പൊ ഈ ചെന്ന പറയുന്നത് എന്നാന്നറിയോ? എനിക്ക് മട്ടൻ ഇഷ്ടമല്ല. പിന്നെ എന്നാ ഇഷ്ടം? മുരിങ്ങക്ക, പാവയ്ക്ക, പാളയംകോടൻ പഴം, ഇതൊക്കെ ഇപ്പൊ ഇഷ്ടം. മനസ്സിലാകാൻ എങ്ങനെയൊക്കെ പറയുന്നു. ചെന്നായുടെ ടേസ്റ്റ് എവിടെയാണോ അതിന്റെ കേന്ദ്രം എവിടെയോ അവിടെ തൊട്ടു. ആര്? സൃഷ്ടാവോ തൊട്ടു. ഈ കമ്പ്യൂട്ടർ വന്നപ്പോ നമുക്ക് ഭാഷ മനസ്സിലാവും. ക്ലിക്ക് ചെയ്താൽ മതി, പിന്നെ വേറെ പേജാ വരുന്നത്, വേറെ ലോകമാ വരുന്നത്. തമ്പുരാൻ തൊടേണ്ടടുത്ത് തൊട്ടാൽ നീ വേറൊരു ലോകമായി മാറും. നിന്റെ ഷേപ്പ് മാറും, നിന്റെ തിങ്കിങ് ലെവൽ മാറും, നിന്റെ ടേസ്റ്റ് മാറും. ടേസ്റ്റ് മാറുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇഷ്ടമല്ലെന്നേ. എനിക്ക് ഇഷ്ടമല്ല. ഒരാൾക്ക് ഇഷ്ടവും ഇഷ്ടക്കേടും വരുന്നതിന്റെ പരിപാടി എവിടെയാ ഇരിക്കുന്നത്? അതിന്റെ പേരാ മാറ്റം വരിക എന്ന് പറഞ്ഞ. പൗലോസിന് മാറ്റം വന്നു. കണ്ടാൽ ഓടിച്ചിട്ട് തല്ലിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികള് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തുടങ്ങി ശൗലിന് മാറ്റം വന്നപ്പോ. അപ്പൊ ഇഷ്ടമില്ലാതിരുന്നതിനെ കെട്ടിപ്പിടിക്കത്തക്കവണ്ണം മാറ്റം വരുത്തിയതാണ് ദൈവകൃപ. ഇതാ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെയൊന്നും മാറ്റം ഇപ്പൊ ഇല്ല വാസവേ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ആഴമേറിയ മാറ്റത്തിൽ നിന്നാണ് വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത്. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അശുദ്ധ ജീവിതം ഇഷ്ടമല്ലാത്തൊരു അനുഭവമാണ് വരുന്നത്. പാസ്റ്റർ ടി.ജി. ഉമ്മൻ എന്ന അനുഗ്രഹീതനായ വേദ അധ്യാപകന്റെ ഉദാഹരണം പന്നിക്കുട്ടിയും ആട്ടുകുട്ടിയും. ഒരു മനുഷ്യൻ രണ്ടിനെയും ഇണക്കി വളർത്തിയത്രേ. നടക്കാൻ പോയപ്പോ ആട്ടുംകുട്ടി കാല് തെറ്റി കണ്ടെത്തി വീണു. ചെളി കാലെ പറ്റി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. കാല് പൊക്കി പിടിച്ചിരിക്കുക. ഉടമസ്ഥൻ ചെന്ന് എടുത്ത് കാലിലെ ചെളിയെല്ലാം തുടച്ചിട്ട് പിന്നെയും കരയുക. അതിന് ഇനിയിപ്പോ ഒന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയുക. ഇത് കണ്ടോണ്ട് പന്നിക്കുട്ടി വന്ന് അതേ ചെളിയിലോട്ട് എടുത്ത ഒരൊറ്റ ചാട്ടം അവിടെ കിടന്ന് അറിയുക. ഇതിനാണോ കരയുന്നേ? ഇതെന്തിനാ കരയുന്നേ? ഇത് എൻജോയ് ചെയ്യേണ്ട സ്ഥലം അല്ലേ എന്നാ പന്നി ചോദിക്കുന്നത്. മനസ്സിലായോ? പന്നി കാര്യം പൗഡറൊക്കെ ഇട്ട് കുട്ടിക്കൂറയൊക്കെ ഇട്ട് ഈ കൂടെ നടന്നെങ്കിലും ചെളി കിട്ടാഞ്ഞുകൊണ്ടാ ചാടാൻ. ചെളി കിട്ടാഞ്ഞുകൊണ്ടാ ചാടാഞ്ഞ്. അങ്ങനെ ആളുകളുണ്ട്. അവസരം ഇല്ലാത്തത് കൊണ്ട് വിശുദ്ധീകരിക്കുന്നവരുണ്ട്.
അവസരം കിട്ടുമ്പോഴാണ് അറിയുന്നത് അകത്ത് മാറ്റം വന്ന എത്ര പേരുണ്ടെന്ന്. അവസരം കിട്ടുമ്പോഴാണ് അറിയുന്നത് അകത്ത് മാറ്റം വന്ന എത്ര പേരുണ്ടെന്ന്. അതെല്ലാം വിവരിക്കണമെങ്കിൽ മുമ്പോട്ട് പോകണം. ഞാന് ആ ഭാഗത്തുനിന്ന് പോകാൻ ആഗ്രഹിക്കുക. ഈ മാറ്റത്തിൽ നിന്നാ വിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത്. അല്ലാതെ കുറച്ച് വേദാന്തം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് കഴിക്കാം, ഇത് കഴിക്കാം, ഇങ്ങനെയൊന്നും ഒരു ചോദ്യം പോലും ഇല്ല. മാറ്റം വന്നവർക്ക് മാറ്റം വന്നാൽ അറിയാം എനിക്ക് എന്താകാം, എനിക്ക് എന്താകത്തില്ല, എനിക്ക് എന്തൊക്കെ പറയാം, എവിടം വരെ പറയാം, എങ്ങനെയൊക്കെ പ്രതികരിക്കാം, എന്തൊക്കെ ചെയ്യാമെന്ന് എനിക്ക് എന്റെ അകത്ത് പ്രമാണം എഴുതി തന്നിരിക്കുക. അതിനപ്പുറത്തേക്ക് കടക്കാൻ എനിക്ക് കഴിയത്തില്ല. ഒരു കൊച്ചു വാക്ക് കടത്തി പറഞ്ഞാൽ പിന്നെ മനസമാധാനം നഷ്ടപ്പെട്ടു. ഒരാളെ വേദനിപ്പിച്ചു പോയെങ്കിൽ പിന്നെ വിഷമമാ. ഈ വിഷമം എന്താണെന്നറിയാവോ? മാറ്റം വന്നതുകൊണ്ടാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? അപ്പോൾ വിശുദ്ധ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് വീണ്ടും ജനനത്താൽ യേശുക്രിസ്തുവിലുള്ള ആ രൂപാന്തരത്താൽ നമ്മിൽ വന്ന മാറ്റത്തിൽ നിന്നാണ് ആ വിശുദ്ധ ജീവിതത്തിന്റെ തുടക്കം. പൂച്ചക്കുഞ്ഞിന് വെള്ളത്തിൽ വീണാൽ എന്ത് സംഭവിക്കും? മീനിനെ കരക്കിട്ടാൽ എന്ത് സംഭവിക്കും? രണ്ടുപേരും ഒരേ കഷ്ടത്തിലാണ്. മീൻ കരക്ക് കിടന്നുകൊണ്ട് പറയാ എന്നെയാ വെള്ളത്തിലോട്ടൊന്ന് ഇടണേ. പൂച്ചക്കുഞ്ഞ് വെള്ളത്തിൽ കിടന്നുകൊണ്ട് പറയാ എന്നെയാ കരക്കോട്ടൊന്ന് കയറ്റണേ. രണ്ടുപേരും കരയ്യ. അപ്പൊ പ്രശ്നം എന്നാ? പൂച്ചയ്ക്ക് പറ്റിയ സ്ഥലമല്ല വെള്ളം, മീനിന് പറ്റിയ സ്ഥലമല്ല കര. എന്നാൽ ഇത് കണ്ടോട്ടൊരു തവള വന്നു. ഇതൊന്നും അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമല്ല. കരയ്ക്ക് നിൽക്കാം, വെള്ളത്തിൽ നിൽക്കാം. ഇങ്ങനെയൊക്കെയുള്ള നല്ല സാമർഥ്യമുള്ള ആളുകൾ ഉണ്ട്. എവിടെ നിൽക്കും? ആൽബിയത്തിൽ നമ്പർ 1 തുള്ളിച്ചാടി പന്തലിന്റെ മോള് വരെ ചെന്ന് മുട്ടും. കുഴപ്പത്തിന്റെ അടുത്ത് വരുമ്പോൾ അതിനപ്പുറത്തും കാണും. മാറ്റം. ഒരു പൂച്ചക്കുഞ്ഞ് വെള്ളത്തിൽ വീണ് കിടക്കുക, നിങ്ങൾ അതിലേ പോവുക. ഉടനെ നിങ്ങൾ ചോദിക്കുക, ഓ ഇതെന്നാ നീന്തൽ പഠിക്കുകയാണോ? എന്നാ പറയും പൂച്ചക്കുഞ്ഞ്? ഓ ചുമ്മാ എങ്ങനെയുണ്ട്, ആഴം എന്നാ ഉണ്ടോ നോക്കാൻ അറിയാണോ? പറയല. പൂച്ച വാവിട്ട് കരി, എന്നെ ഒന്ന് രക്ഷിക്കണേ. മീൻ കരക്കി കിടന്ന് ചാടുമ്പോ എന്നാ അത്ര സന്തോഷം? അയ്യോ സന്തോഷമല്ല, ഭരണവെപ്രാളാണേ, എന്നെ ഒന്ന് തട്ടി വെള്ളത്തിട്ടറെന്ന് പറയും. എന്താ ഈ ഉദാഹരണത്തിന്റെ അർത്ഥം? യഥാർത്ഥ വിശുദ്ധന് ഒരു പരാജയം സംഭവിച്ചാൽ അവൻ അതിൽ കിടന്ന് ചാടുകയില്ല, അവൻ അവിടെ കിടന്ന് എൻജോയ് ചെയ്യല, അവൻ സ്വയനീതി കാണിക്കത്തില്ല. അവൻ കരയും, എന്നെ ഒന്ന് സഹായിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ. മാറ്റം വന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. സ്തോത്രം. 2, വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ ജീവിതം എന്താണ്? വായിക്കാൻ സമയം ഇനി എടുക്കുന്നില്ല. റോമർ 8:37. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. സ്നേഹത്തിന് ഭയങ്കര പവറാ. ഉദാഹരണം കൊണ്ട് ഇതൊക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. ഒരമ്മ, ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ, 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തോണ്ട് വരിക. 8 9 ഏറെക്കുറെ 1 വയസ്സ് ഇച്ചിരി പറ്റിപ്പോഴുള്ള കുഞ്ഞ. അമ്മ ഇങ്ങനെ കഥച്ച് വേർത്തൊഴുകിയാണ്. കുറച്ചു ദൂരമുണ്ട്. നടന്ന് ഒരു മീറ്റിംഗ് സ്ഥലത്തേക്ക് വന്ന് കയറി. അപ്പൊ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ക്ഷീണം കണ്ടോണ്ട് കൊച്ചിനേഞ്ച് മേടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്ത് നിൽക്കുന്ന ആളോട് ചെവി പറയാ, എന്നാ കന എന്ന് പറഞ്ഞ അന്നേരം താഴോട്ട് വെച്ചു. ഇത്രയും മൈലുകൾ എടുത്തോണ്ട് വന്ന അമ്മച്ചിക്ക് ഒരു കനമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്ന കൊച്ചിന് കനം കൂടിയോ കുറഞ്ഞോ? കൊച്ചിന് അതേ കനം തന്നെയാ. അമ്മ എടുക്കുമ്പോൾ കനമില്ല. കാരണം എന്നാ? സ്നേഹം. വേറെ ആരെടുത്താലും കനമാ. വേദോസം എന്ത് പറയുന്നു? അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ആർക്ക്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അവിടെ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 5:1, 2, 3, 4 വായിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയറാ. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. എന്റെ കൽപ്പന ഭാരമുള്ളതല്ല. ആർക്ക്? സ്നേഹിക്കുന്നവർക്ക്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിന്റെ സമർപ്പണമാ. സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തും ചെയ്യും. സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഒന്നും ചെയ്താലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമ്മൾ അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി ചെയ്താൽ കണക്ക് പറയോ? ഭാര്യ ഭർത്താവിനോട് 80 വയസ്സാകുമ്പോൾ പറയാ, ഞാൻ നിങ്ങളുടെ ഷർട്ട്
എത്ര പ്രാവശ്യം അലക്കിയതാന്ന് അറിയാവോ മനുഷ്യനെ എന്ന് പറയുവോ? ഇല്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിന് കണക്കെഴുതുന്നില്ല. വിശുദ്ധ ജീവിതം സ്നേഹത്തിന്റെ സമർപ്പണമാണ്. എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ എന്റെ കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം ഈ തലമുറയിൽ നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ സ്നേഹത്തിന്റെ പ്രത്യുപകാരമാണ്. വിശുദ്ധ ജീവിതം നിയമത്തിൽ നിന്നല്ല, അടിച്ചേൽപ്പിക്കലല്ല, സ്നേഹത്തിൽ നിന്നാണ്. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹത്തിൽ നിന്നാണ്. എന്റെ ഒരു കൂട്ടുകാരൻ വടക്കുന്ന് യാത്ര ചെയ്ത് കോട്ടയത്ത് വരിക. തന്റെ കൂടെ ഇരിക്കുന്ന ആള് പ്യുവർ വെജിറ്റേറിയനാണ്. അവരൊറ്റ കൂട്ടുകാരുമാണ്. കോട്ടയത്ത് വരാറായപ്പോ കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരനോട് മറ്റേ പുള്ളി ചോദിച്ചു, എടോ നമുക്ക് ഒരുമിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞാൻ ഇറച്ചി മീനും കഴിക്കുകയാണെന്ന് തനിക്കറിയാമല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു ഹോട്ടലിൽ എന്നെ ഒന്ന് കയറ്റണേ. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ മനസ്സിലും വായിലും നല്ലൊരു നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് സ്വപ്നം കണ്ടുകൊണ്ട് വരുമ്പോഴാണ് ഈ പുള്ളി ഇത് പറയുന്നത്. കൂട്ടുകാരനോടുള്ള സ്നേഹം കാരണം ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഉള്ള കടയിൽ കയറി. പുള്ളി എന്നോട് പറയുക, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ, എന്റെ പാസ്റ്ററെ, പുള്ളിയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ കയറിയെങ്കിലും എനിക്ക് ഈ ഇഡ്ഡലി ഒന്നും പിടിച്ചില്ല. എന്റെ മനസ്സ് മുഴുവൻ മറ്റേതാ. ഞാൻ പിന്നെ അങ്ങേർക്ക് വേണ്ടി സഹിച്ചു. പക്ഷെ ക്രിസ്തീയ ജീവിതം അങ്ങനെയല്ല. ക്രിസ്തീയ ജീവിതം രുചികരമായിട്ടാണ് ഈ വിശുദ്ധ ജീവിതം നയിക്കുന്നത്, അല്ലാതെ വിഷമിച്ച് കയ്പ് കുടിക്കുകയല്ല. പണ്ടൊരു ഭക്തൻ പാടി, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജീവിതമാണെന്ന് ഒരു ഭക്തനും എഴുതിയിട്ടില്ല. ഇതിനകത്ത് ഞെരുക്കമൊക്കെ ഉണ്ട്, ഇതിനകത്ത് ഡിസിപ്ലിൻ ചെയ്യാൻ ഇച്ചിരി പാടൊക്കെ ആണെങ്കിലും ദൈവത്തോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. ഇത് ആനന്ദമാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ജീവിതം ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ദാനിയേലിനെ എടുക്കണം. 1:8 വായിക്കണം. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും താൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധനാക്കുകയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്തുകൊണ്ട് നിശ്ചയിച്ചു? പപ്പ അടുത്തുണ്ടോ? ഇല്ല. സൺഡേ സ്കൂൾ ടീച്ചർ അടുത്തുണ്ടോ? ഇല്ല. പാസ്റ്റർ ഉണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നിശ്ചയിച്ചു? ദൈവത്തെ കുറിച്ചൊരു ബോധ്യം. കുറെ മുമ്പോട്ട് പോകുമ്പോൾ എഴുതുന്നുണ്ട്, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ കുറിച്ചൊരു ബോധ്യം ഉള്ളത് കൊണ്ട് അശുദ്ധനാകാൻ പറ്റത്തില്ല. റോയൽ ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചു, തലമുറകളെ ദൈവം മാനിച്ചെന്നും പറഞ്ഞ് കഴിച്ചാ പോരെ? കഴിച്ചാ പോരെ? ഒരിടത്തും കിട്ടാത്ത സാധനം, 7 സ്റ്റാറിൽ കിട്ടാത്ത സാധനം അവിടെ കൊടുക്കുന്നത്. രുചിക്ക് മുമ്പിൽ വീഴാതെ വിശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. എന്താ കാര്യം? അകത്ത് ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട്. ഒരു ഉദാഹരണം കൂടെ തരാം. ഉൽപ്പത്തി 39 മുതൽ വായിക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണം കിട്ടും. അവിടെ പൊത്തിപ്പേറിന്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടെ ജോസഫ് ജീവിക്കുന്നു. എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടെ. താക്കോല് പോലും ഇവന്റെ കയ്യിലാണ്. ഇവൻ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. അത്ര പവർ അവിടെ കൊടുത്തു ആ മനുഷ്യൻ പൊത്തിപ്പേർ. പക്ഷേ ഒരു ഭയങ്കര അനർത്ഥം, ഒരു ചതി അവന്റെ ജീവിതത്തിന് നേരെ വന്നു. പൊത്തിപ്പേറിന്റെ ഭാര്യയാണ് എന്ന് നിങ്ങൾക്കറിയാം. യോസഫ് പറയുന്ന മറുപടി, എനിക്ക് ദൈവത്തെ ഭയമുണ്ട്, എനിക്ക് ദൈവത്തെ ഭയമുണ്ട്. എന്നെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നെ എന്തൊക്കെ ഏൽപ്പിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം, എന്റെ യജമാനൻ ആരാണെന്ന് എനിക്കറിയാം. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നും തെറ്റിദ്ധരിക്കരുതേ, തുറന്നങ്ങ് പറയുക.
ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുകയാണോ? സ്വയം ചിന്തിച്ചാൽ മതി. പ്രാർത്ഥിച്ച് ഏതിനു വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു? സ്തോത്രം. സത്യമായി ദൈവത്തോട് പറ, എന്റെ കർത്താവേ, പരീക്ഷയിൽ അകപ്പെടാതെ എന്നെ കാക്കണമേ, പിശാചിന്റെ കണിയിൽ ചെന്ന് വീഴാതെ എന്നെ സൂക്ഷിക്കണമേ. ഇന്ന് ഞാനത് ചോദിച്ചോട്ടെ, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരു കൊതിയുള്ള എത്ര പേരുണ്ട്? കൊതി കൊതി കൊതി. അവസരം കിട്ടിയാൽ എന്തെങ്കിലും ഒരു ചെറിയ ഗുരുത്തക്കേട് കാണിക്കാൻ ഒരു അവസരം തരണേന്ന് പ്രാർത്ഥിക്കാതെ, എന്റെ ദൈവമേ, എന്റെ കൈകളെ കാക്കണമേ, എന്റെ കാലുകളെ കാക്കണമേ, എന്റെ കണ്ണുകളെ കാക്കണമേ, എന്റെ ചെവിയെ കാക്കണമേ, എന്റെ ഹൃദയത്തെ കാക്കണമേ. എന്റെ കർത്താവിന് വേദന വരുത്തുന്ന ഒരു കാര്യങ്ങൾ എന്റെ വായിൽ നിന്ന് വരാതെ, എന്റെ ചിന്തയിൽ വരാതെ എന്നെ ഒന്ന് കാക്കണേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇവിടെ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് പോണ വഴി ആത്മാവിന്റെ വലിയ സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടാകും. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. കർത്താവിനോട് അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കൊതിയുണ്ടെന്ന് കർത്താവിനോട് പറ. പ്രിയപ്പെട്ടവരെ, ആരെന്ത് ദുരുപദേശം പറഞ്ഞാലും വീണ്ടും ജനിച്ചവന് അങ്ങനെയൊന്നും പോകാൻ പറ്റുകയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിന്റെ വചനമായ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, കുറെ ആള് കൂടുന്നതെല്ലാം ദൈവസഭയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വചനത്താൽ ജീവിതത്തിൽ മാറ്റം വന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധന്മാർ. എല്ലാ കണ്ണുകളും അടച്ചേ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. സത്യമായും എനിക്ക് ഒരു ചേഞ്ച് വേണം. എനിക്കൊരു ചേഞ്ച് വേണം. നമ്മൾ കുറെ നേരം കൈയടിച്ചത് മാത്രമൊന്നും ആയില്ല. എനിക്കൊരു വിശുദ്ധ ജീവിതത്തിനുള്ള ആഗ്രഹമുണ്ട്. ജോസഫിനെ പോലെ, ദാനിയേലിനെ പോലെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എത്ര പേര് പറയും? അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിച്ചേ. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ കൊതിയുള്ള ആളുകൾ മാത്രം കൈ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ കൈ ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേലൂയ. കൈയോടെ പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിൽ ആളുകൾ നിറയുന്നത് കണ്ടിട്ടുണ്ട്. അഭിഷേകം പ്രാപിക്കാത്തവരും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആത്മാവ് പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാപത്തിന്റെ കെട്ടുകളും ശാപത്തിന്റെ ബന്ധനങ്ങളും മുറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആരുടെയും കഴിവൊന്നുമല്ല. അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചിട്ട് നിനക്കിന്ന് സ്വാതന്ത്ര്യം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചിട്ട് ഇന്ന് വരെ അനുഭവിക്കാത്തൊരു സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചെന്നായെ കുഞ്ഞാടാക്കി മാറ്റുന്ന, പുള്ളിപ്പുലിയെ ആട്ടിൻകുട്ടിയോട് കിടക്കുമാറാക്കുന്ന ആന്തരിക പരിവർത്തനം ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. പാപത്തോടൊരു വെറുപ്പ്, അശുദ്ധിയോടൊരു വെറുപ്പ്, കർത്താവിനോടൊരു സ്നേഹം, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഈ ജനത്തിന്റെ മേൽ അയക്കണമേ, 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 അയക്കണമേ. ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള ആർത്തി ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പോകട്ടെ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ ജനത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പോകട്ടെ. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ജനത്തിന്റെ ഹൃദയത്തിൽ കത്തട്ടെ. കർത്താവിനോടുള്ള സ്നേഹത്താൽ ഹൃദയം ഇന്ന് രാത്രി നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവേ ഈ ജനത്തിന്റെ മേൽ ഊതുക. ദൈവത്തിന്റെ കാറ്റ് ഈ ജനത്തിന്റെ മേൽ ഊതുക. അഭിഷേകത്താൽ നിന്റെ ജനം ഇന്ന് രാത്രി നിറയട്ടെ, 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 നിറയട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇവിടുത്തെ യൗവനക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപത്തെ വെറുക്കുവാനുള്ള ഒരു പുതുജീവന്റെ വ്യാപാരം ഈ രാത്രി പന്തലിൽ വ്യാപരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായൊരു ഭാരം, ആരാധനയ്ക്കായൊരു ഭാരം, വചനത്തിനായൊരു ദാഹം, അഭിഷേകത്തിനായൊരു ദാഹം, വിശുദ്ധിക്കായൊരു ദാഹം. ഓ glory, glory.
ജീവിതം പോൽ ഭാഗ്യം അറിയോ? ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാം. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ വേഗം നടന്ന് മുമ്പിലോട്ട് വരിക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ജയ ജീവിതത്തിന് വേണ്ടി ദൈവം ഇന്ന് രാത്രി ചിലർക്ക് ഒരു ശക്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ജയ ജീവിതത്തിന് വേണ്ടി, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് രാത്രി ചിലർക്ക് ദൈവം നൽകുന്നു. ജീസസ്. ഇവിടെ കൊയറൊരു പാട്ട് പാടുന്നു, ക്രിസ്ത്യൻ ജീവിതം പോൽ ഭാഗ്യം ഭാരിലെന്തുള്ളൂ. കരങ്ങൾ അടിച്ച് ഉത്സാഹത്തോടെ ചേർന്ന് പാടാം. ദൈവദാസന്മാരും കൂടെ പ്രാർത്ഥനയിൽ സഹായിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഭാരമായി
ശുദ്ധകരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ, ആർപ്പോടെ സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ.